നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അഫ്ഗാനി ചിക്കൻ കറിയാണ്. വളരെ രുചികരമായ ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് അരമണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, 1/4 ഭാഗം സവാള, 6 പച്ചമുളക്, വെള്ളത്തിൽ കുതിർത്തിയ 20 കശുവണ്ടി. ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, 1 കപ്പ് ഫ്രഷ് ക്രീം. ഇതിന് വേണ്ട പൊടികളായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1.5 ടീസ്പൂൺ കസൂരി മേത്തി. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇതിനു വേണ്ടി നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഏകദേശം 10 മുതൽ 12 മിനിറ്റ് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ആദ്യത്തെ 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള സമയം മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന അത്രയും ഫ്രൈ ചെയ്താൽ മതിയാകും. ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഈ കറി തയ്യാറാക്കാനുള്ള പാനിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ചേർക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. അതോടൊപ്പം തന്നെ 1 കപ്പ് ഫ്രഷ് ക്രീം, 1 കപ്പ് തൈര് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മാത്രം സ്റ്റവ് ഓൺ ചെയ്താൽ മതിയാകും. ഇത് നന്നായി തിളക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് നമുക്ക് 40 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ മെൽറ്റായി എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് അല്പം മല്ലിയിലയും നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന അല്പം ഇഞ്ചിയും കൂടി ചേർത്ത് 1 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അഫ്ഗാനി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ കറി കുബൂസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി.